അങ്ങനെ പഞ്ചായത്ത് കേൾക്കാലോ രണ്ടിന്റെ വാ. ടി വി ഇത്ര ഒച്ചത്തി വെക്കരുത് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനൊന്നും ഇല്ലോടി നിനക്ക്? ടി വിയും കണ്ടോണ്ടിരിക്കുന്നു പരീക്ഷ അടിപ്പിച്ച്. നിനക്കോടാ ഈ വീട് ഇത്ര ആക്കി ഇട്ടേക്കുന്നത് എൻ്റെ ഒറ്റ ഒരുത്തൻ്റെ കഷ്ടപ്പാടാ. രണ്ടെണ്ണത്തിൻ്റെ ഒരു സഹായവും എനിക്ക് കിട്ടിയിട്ടില്ല. മര്യാദയ്ക്ക് പഠിച്ച് എവിടെങ്കിലും ജോലിക്ക് വന്ന് നോക്കിക്കോണം കേട്ടല്ലോ. രണ്ടെണ്ണത്തിൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടി. പറഞ്ഞേക്കാം. നിന്റെ എക്സാം എന്തോ ആയടാ? കാര്യം പറയടാ. നിന്റെ ഓടി ഇപ്പൊ വായിക്കാത്ത നാക്കില്ലയോ നിനക്ക്? അല്ലാതെ ഭയങ്കര ബഹളമാണല്ലോ. തള്ളയ്ക്കും മക്കൾക്കുവേ ഇതിൻ്റെ ഒന്നും കഷ്ടപ്പാട് അറിയണ്ടല്ലോ. രണ്ടെണ്ണത്തിൻ്റെ ശബ്ദം ഇവിടെ കേട്ട് പോയേക്കരുത് കേട്ടല്ലോ. പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയുന്നതിന് കൂട്ടി രണ്ടെണ്ണത്തിന് ഇവിടുന്ന് ഇറക്കിയാൻ വിടും കേട്ടോന്ന്. നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചോടി. എടി ചോദിച്ചോന്ന് കൊണ്ടുപോടി അപ്പുറത്ത്. ചെറിയ സൗണ്ട് പറഞ്ഞിട്ടില്ലേ ശബ്ദം കേൾക്കരുത്, ഈ വീട്ടിൽ ആളുണ്ടെന്ന് വെളിയിൽ അറിയരുത്. അയ്യോ അയ്യോ എന്താ നോക്കടി രണ്ടുപേരെ കടിക്കും. അപ്പുറത്ത് ഇബ്രാഹിം വിളി അടിച്ചു കൊല്ലാൻ പറയുന്നേ. എന്റെ അച്ഛാ ഇത് പാമ്പല്ല, ബെൽറ്റാ. അയ്യോ ഞാൻ വിചാരിച്ചു പാമ്പാണ്. എന്റെ അച്ഛാ ലാപ്ടോപ്പിൽ വെള്ളം വീഴും. മോളെ വെള്ളമല്ല ഗോമൂത്രം പുണ്യാഹം. എന്തു വെച്ചാ ഇത്? മോനെ പുണ്യാഹം ഗോമൂത്രമാടാ. നിങ്ങക്ക് എന്തു മനുഷ്യ എന്തുവാ നിങ്ങക്ക്? പരിശുദ്ധമായ ഗോമൂത്രമാണ് ശുദ്ധവൃത്തിക്ക്. എല്ലാ മാസവും 2 തവണ നിങ്ങൾ ഈ വീട് മൊത്തം നാറ്റിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇച്ചിരി പച്ചവെള്ളം കൊണ്ട് പൂച്ചാല് ഇവിടെ കുടയാൻ പറ്റത്തില്ലയോ? വേണ്ടേ കുടഞ്ഞത് കുടഞ്ഞു. ആ റൂമിലെങ്ങും കൊണ്ടുപോയി കുടഞ്ഞേക്കരുത്. റൂമിലും തളിച്ചു അലമാരിയിലും ഞാൻ തളിച്ചു. മോളെ എന്നത്തെ പോലെ തുണിയെടുത്ത് കഴുകാനിട്. മഴയാ ഉണങ്ങാൻ പാടാ. പൂജാമുറിയിലിരുന്ന വാഴയില ആരാ എടുത്ത് കളഞ്ഞേ? വാഴയില്ലയോ? എന്തോ സദ്യ ഉണ്ണാനോ? 2 വർഷമായതാ. ഉള്ള പ്രസാദം കിട്ടുന്ന എല്ലാം കൂടെ അടിഞ്ഞു പൊടിഞ്ഞ് ഒരു പരുവായി. ഇനി അത് ഞാൻ എന്തോ ചെയ്യണമെന്നാ? വേണ്ടേ നിങ്ങളുടെ ഭക്തി നിർത്തിക്കോണം, അല്ലെങ്കിൽ ഭയങ്കര ആപത്താ. പണ്ടേ പൂജാമുറിക്കകത്ത് ആഴി പൂജ നടത്തിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവസാനം മുണ്ടെല്ലാം കൂടെ കട്ടി ചട്ടിപ്പുറത്ത് ഓടിയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഭഗവാൻ അല്ലേടി ഓടിച്ചേ? ഓ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. അമ്മ ഫ്രിഡ്ജിനകത്ത് 3-4 ദിവസം പഴക്കമുള്ള ഉണ്ണിയപ്പം എടുത്ത് കളയാൻ നോക്കത്. 2-3 മാസം മുന്നേ ഭഗവാന്റെ പ്രസാദമാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചത്. അത് പൂത്ത് അതൊന്നും ഇപ്പൊ കാണുന്നില്ല. അയ്യോ അത് ഇന്ന് രാവിലെ ഞാൻ കഴിച്ചു. അതെടുത്ത് തിന്നു. ആ പൂത്തത് തിന്നു. എന്റെ പൊന്നു മനുഷ്യ അസുഖം വരും. പരുത്തിരടി ഭഗവാൻ നോക്കിക്കോളും. അവനൊരു കാര്യം ചെയ്, പുറമേന്ന് നോക്കട്ടെ, ഉള്ളിച്ചെന്ന് ദൈവം നോക്കട്ടെ. ഈ ഗോമൂത്രം എടുത്തങ്ങ് കുടിക്ക്. അതിനെന്താ? അയ്യേ മോര് 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 പോ 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 പോ
പോ. സാമ്പാറുണ്ടോ? സാമ്പാർ എടുത്തുണ്ടോ? മോരയുടെ കൂടെ നല്ല സാമ്പാർ കോമ്പിനേഷനാണ്. പോ 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 പെട്ടെന്ന്. ഉപ്പില്ല പോട്ടെ. ഉപ്പ് എടുത്തുണ്ടോ? ഉപ്പ് പെട്ടെന്ന് നീ വിശക്കുന്നു. മുളക് എടുത്തോളൂ. പെട്ടെന്ന്. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. നീ കഴിച്ചോ. ഈ കടലക്കറി ഞാൻ എടുക്കട്ടെ, കൊണ്ട് വെക്കട്ടെ എന്നിട്ട്? വേണ്ട. നീ കഴിച്ചോ. ഇവിടുന്ന് കടലയും എടുത്തുണ്ടോ? ചൂടാക്കി തരാനാ ഞാൻ പറഞ്ഞു. ചൂടാക്ക്. പോ. പെട്ടെന്ന്. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. നീ കഴിച്ചോ. ഇരുന്നു. വെള്ളം. ജഗ്ഗും ഗ്ലാസ് അവിടെ ഇരിപ്പില്ല, എടുത്ത് കുടിക്കരുതോ? നീക്ക് താഴെ കാണില്ലേ? താ. ചൂടില്ല. ചൂടാക്കി കൊണ്ടുവാ. ചൂടാക്ക്. പെട്ടെന്ന് ചൂടാക്ക്. തോറ്റ്. നീ ഇതുവരെ കഴിച്ചില്ലയോ? നീ എന്താ കഴിക്കാഞ്ഞേ? കൊച്ചു പിള്ളേരുടെ കൂട്ട് കൊത്തിപ്പറക്കി ഇരിക്കുക. അടേ, ആ ചപ്പാത്തി വടി പോലായി. അങ്കൻവാടി പഠിക്കുന്ന പിള്ളേർ ഇതിനെക്കാട്ടി സ്പീഡിൽ കഴിക്കുമല്ലോടി. മല ശരീരത്തിൽ പിടിക്കാത്തത്. ഒരു ചായ കിട്ടേ. എടാ ചെറുക്ക, നീ എന്തുവാ സംസാരിക്കുന്നത്? എടാ, നമ്മുടെ കേരളത്തില് ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. അച്ഛൻ ഇപ്പോഴത്തെ ഭരണത്തിന് എന്തോ കുഴപ്പമെന്തുവാ? എടാ, നീ നല്ല ഭരണമെന്ന് പറഞ്ഞല്ലോ. നിനക്ക് എടുത്തു പറയാൻ പറ്റിയ ഏതെങ്കിലും നല്ലൊരു കാര്യം നീ ഒന്ന് പറഞ്ഞേ. അടിസ്ഥാനപരമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എടാ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിക്കൊണ്ട് നടക്കുക. നല്ലൊരു ആശുപത്രി ഉണ്ടോ? ഇവിടെ പല ഹോസ്പിറ്റലുകളിലും അവയവം കച്ചവടമാണ് നടക്കുന്നത് അന്യ സംസ്ഥാനത്തിലേക്ക്. ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ സർക്കാർ എടുക്കുന്നുണ്ടോ? ഇത്രയും കേട്ടിട്ട് നിനക്കൊന്നും സംസാരിക്കാനില്ലയോടാ? അറിവുള്ളവർ പറയുന്ന കേട്ട് മനസ്സിലാക്കണം. കേട്ടല്ലോ? ന്യൂസും കാണത്തില്ല, പത്രവും വായിക്കത്തില്ല. നീ എന്തുവാ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത്? 5ാം ക്ലാസ്സും കുസ്തിയും കളഞ്ഞാൽ അവർക്ക് എന്തോ അറിയാം സമൂഹത്തെക്കുറിച്ച്. ഇതൂടെ എന്ത് സംസാരം? ഒന്നുമില്ല. ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഭരണത്തിന് എന്ത് കുഴപ്പം? എടാ മോനെ, ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നുണ്ട് ഇപ്പം? മാമൻ എന്തു മാമ പറയുന്നത്? ഇപ്പോൾ താണ്ട 14 ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. കൂടാതെ താണ്ട് ട്രിവാൻഡ്രത്ത് നാളെ പുതിയ മെഡിക്കൽ കോളേജ് കൂടെ വരുന്നു. പിന്നെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പേഷ്യൻസിന് എക്സ്ട്രാ വാർഡ് കാര്യങ്ങളെല്ലാം. പിന്നെ എങ്ങനെയാണ് മാമ ഇതിന് ആരോഗ്യത്തിന് ഒരു സ്കോപ്പും ഇല്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെന്ന് പറയുന്നത്? അല്ല മോനെ, ഞാൻ ആശുപത്രിയെ കുറിച്ച് സംസാരിച്ചില്ല. നല്ല ഭരണം തന്നെയാണ് ആശുപത്രിയുടെ കാര്യത്തിൽ കാഴ്ചവെക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ പിന്നോക്കാവസ്ഥ നിൽക്കുകയല്ലേ? എൻ്റെ പൊന്നു മാമ, വിദ്യാഭ്യാസത്തിന് എന്തോ കുഴപ്പം? അവിടെ +2ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ +1 +2 ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും അഡ്മിഷനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അംഗനവാടിയിൽ മറ്റേ കഞ്ഞിയും
ബിരിയാണിയൊക്കെ കൊടുത്തെടുത്ത് ഇനി മന്തിയെ വിളമ്പാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടെ. ഇതിൽ കൂടുതലൊക്കെ ഒരു സർക്കാർ എന്തോ ചെയ്യാനാ? മോൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാ. പക്ഷേ നമ്മുടെ റോഡുകളുടെ ശോചനാവസ്ഥ സർക്കാരൊന്ന് മനസ്സിലാക്കണം. നമ്മൾ നോക്കുമ്പോൾ നല്ല റോഡൊക്കെ ആയിരിക്കും, പക്ഷെ ചെന്ന് കുഴി ചാടുമ്പോഴേ അറിയത്തുള്ളൂ ആ റോഡിന്റെ അവസ്ഥ എന്തുവാന്ന്. ഇവിടെ എവിടെ പുരോഗതി ഉണ്ടായിട്ടുള്ളത്? മാമ അടിസ്ഥാനരഹിതമായിട്ട് സംസാരിക്കരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പോയിട്ടുണ്ടോ മാമൻ? അല്ല കണ്ണാടി തിളങ്ങുന്ന പോലെ റോഡ് കിടക്കുന്നത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നില്ലയോ നല്ലത്? എന്തുവാ? കഞ്ഞി എടുക്കട്ടെ. അമ്മേ, ഞായറാഴ്ച കല്യാണം, എങ്ങനെ പോകുന്നവരെ വല്ലതും തീരുമാനിച്ചോ? മോനെ ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങ് പോകും. അതാകുമ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. ഞങ്ങളെ ബന്ധുക്കളെ എല്ലാം കണ്ടുകൊണ്ട് അമ്മേ, നമുക്ക് നമ്മുടെ വണ്ടി ഇപ്പം അതാ സൗകര്യം. വെറുതെ ബന്ധുക്കളെ കൂടെ കൂടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അമ്മേ, നമുക്ക് റിസപ്ഷന് പോകണ്ടായോ? നമ്മളെ റിസപ്ഷന് പോകണ്ട മോളെ. നമ്മൾ അത്രയും യാത്രയും ചെയ്ത് റിസപ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും കാര്യം. റിസപ്ഷൻ പോകണം. എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നത്? മോനെ അങ്ങനെ തന്നെ ഗ്ലാസ് സെറ്റ് കൊടുക്കാം മോനെ. ക്ലാസ് സെറ്റ് ഒന്നും വേണ്ട, പോവാച്ചാ അവിടുന്ന്. അമ്മേ, നമുക്ക് സാവോട്ട് കൊടുത്താലോ? ആ, അങ്ങനെയാണെങ്കിൽ ഗ്രീനി ബീനി തന്നെ കൊടുക്കാം. ആ ഒരു ഫ്ലാറ്റിലാന്നല്ലേ പറഞ്ഞേ? ഇതാവുമ്പം അടുക്കളയ്ക്ക് ഉപകാരവുമാ, സ്ഥലവും ലാഭിക്കാം, ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെക്കുകയും ചെയ്യാം. സാധനങ്ങൾ ഇടാനേ പല പാത്രങ്ങൾ വേണ്ട, നമ്മുടെ ഒരൊറ്റ ഗ്രീനി ബീനി മതി. വേണ്ട, ഇത് കണ്ടോ, 360 ഡിഗ്രി കറക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്ത് എടുക്കാം, ഇതിനകത്ത് തന്നെ കഴുകി നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി. ഇത് ഓരോ കിലോയുടെ 6 കമ്പാർട്ട്മെന്റാണ് ഉള്ളത്. അതിനകത്ത് നമ്മൾ പല വെറൈറ്റി ധാന്യങ്ങൾ ഇട്ട് വെക്കാം. സൂപ്പർ ആയിരിക്കും, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, നാട്ടുകാരോട് പറയുകയും ചെയ്യും, നമുക്കൊരു പേരുമാവും. അയ്യോ, ഇത് ഏത് സൈറ്റിൽ നിന്നായിരുന്നു വാങ്ങിച്ചേ? www.savot.in. അത് തന്നെ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ അവരുടെ 5 കിലോയുടെയും 10 കിലോയുടെയും അരി ഇടുന്ന കമ്പാർട്ട്മെന്റൂടെ കൊടുക്കാൻ മതി. അതാകുമ്പോൾ അവർക്ക് അതൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പാല് കാച്ചും കൊച്ചിൻ്റെ അരിഞ്ഞനം കെട്ടുമൊക്കെ വരുമല്ലോ, നമുക്ക് ഓരോന്നും കൊടുക്കാം. ഇതാകുമ്പോൾ അവരുടെ ഫ്ലാറ്റില്ല, ഫ്ലാറ്റുകാർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും, നമുക്ക് പേരും കിട്ടും. അത് മതി. എന്താ വെച്ചാൽ അമ്മ പറയുന്ന പോലെ അത് മതി. മോനെ ചങ്കു, ആ മാങ്ങയൊന്നും പറിക്കാൻ അച്ഛനോട് വാടാ, പഴുത്തിക്കോടാ. പോവാച്ചാ അവിടുന്ന്. മടി മോളെ വാടി, നമുക്ക് പോയി മാങ്ങ പറിക്കാനേ. അച്ഛൻ പോവാച്ച. എടി കനകെ പോയി കേട്ട മനുഷ്യന്. ചേട്ടാ, ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ട. എനിക്ക് പാലെടുക്കോ? ആ, എനിക്കും പാലെടുക്കാം. അവന് പാലാക്കണ്ടാടി, കുറച്ച് ആട്ടിറച്ചി മേടിച്ച് വേവിച്ചു കൊടുക്കാം. അവന് തിന്ന് മതച്ച് വീട്ടിൽ ഇരിക്കുമല്ലേ, ഒരു പണിക്കും പോത്തില്ല. എത്ര സപ്ലി ഉണ്ടാ നിനക്ക് എഴുതിയെടുക്കാൻ? ഏതെങ്കിലും ഒരെണ്ണം എഴുതിയെടുത്തോ? നീ ഒറ്റ ഒരുത്തിയാ ഇവനെ വഷളാക്കിയത്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തൊന്ന് വിട്ടോണം. വെളിയിലത്തെ പിള്ളേരെ കണ്ട് പഠിക്ക്. ആ കുറുപ്പിന്റെ മോനെ നിന്നെക്കാട്ടി 3 വയസ്സിന് എളുപ്പമാ. അവന് ജോലിയായി സർക്കാർ. നിനക്കോ ഇപ്പോഴും തന്തയുടെ ചിലവ് ഈ വീട്ടിൽ ജീവിക്കുമോ? നീ ഒരു തുണി മേടിക്കണമെങ്കിലോ പാൻറ് മേടിക്കണോ അടുക്കി കിടക്കുന്ന നിക്കർ മേടിക്കണമെങ്കിൽ പോലും ഞാൻ നിനക്ക് കാശ് തരണം. നാണം ഇല്ലോടാ നിനക്ക് ഇങ്ങനെ ഇരുന്ന് ജീവിക്കാൻ? അല്ല ജോലി എടുത്ത് ജീവിക്കടാ. പാലൂല് കുടിക്കാതെ പോയി, നിനക്ക് സമാധാനമായോ? നിന്റെ പാട് നോക്കി പൊടി, നീ എന്നെ ഭരിക്കാതെ. എടി കൊച്ചേ, നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കരുത് കേട്ടോ? കേട്ടോന്ന് എന്നാ പോയിരുന്ന് പഠിക്ക് പോ. നിനക്ക് പക്കാവട വേണോ? അടി അമ്മ 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 ഒന്ന് സമ്മതിക്കമ്മ. അമ്മ കഷ്ടമുണ്ട് അമ്മ, പ്ലീസ് അമ്മ. അമ്മ പ്ലീസ് അമ്മ. അമ്മ അമ്മ ഒന്ന് സമ്മതിക്കമ്മ. ഒരു തവണത്തേക്കും കൂടെ ഒന്ന് സമ്മതിക്കമ്മ. അമ്മ ഞാൻ ഇനി ചോദിക്കത്തില്ലമ്മ, ഈ ഒരൊറ്റ തവണത്തേക്കും കൂടെ അമ്മ. അമ്മ കഷ്ടമുണ്ടമ്മ. അമ്മ ഒന്ന് സമ്മതിക്കമ്മ. അമ്മ അമ്മ ഒരു തവണത്തേക്കും കൂടെ അമ്മ, ഈ ഒരൊറ്റ തവണത്തേക്കും കൂടെ അമ്മ. ഇനി ഞാൻ ചോദിക്കത്തില്ലമ്മ. അമ്മ കഷ്ടമുണ്ടമ്മ. അമ്മ 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 കഷ്ടമുണ്ടമ്മ. അമ്മ കഷ്ടമുണ്ടമ്മ. അമ്മ പ്ലീസ് അമ്മ ഒന്ന് സമ്മതിക്കമ്മ. ഒന്ന് സമ്മതിക്കമ്മ. ഒന്ന് സമ്മതിക്കമ്മ. എന്തുവാ നിനക്ക് വേണ്ടുന്നത്? അമ്മ എല്ലാരും ടൂറിന് പോകുന്നുണ്ടമ്മ, എനിക്കിവിടെ പോണമ്മ. ഒന്ന് സമ്മതിക്കേ. ടൂറൊന്നും പറഞ്ഞ് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പരീക്ഷ ഇല്ലയോ?
പരീക്ഷയ്ക്ക് പഠിക്കണ്ടായോ? തോറ്റു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? നാണക്കേട് ഉണ്ടാവോ? അതുകൊണ്ട് നീ എന്തായാലും ടൂറിന് പോകണ്ട. ദൈവം തമ്പുരാൻ വന്ന് ഭൂമിയിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ടൂറിന് വിടുന്ന പ്രശ്നമില്ല. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ധൈര്യത്തിൽ നീ ടൂറിന് വെക്കും. അച്ഛന് സമ്മതമാണ്. അച്ഛൻ പൈസ തരും. നിൻ്റെ അമ്മച്ചി അല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത് കേട്ടോ. എന്നാ ഞാൻ എൻ്റെ തീരുമാനം പറയാം. മോളെ, നീ എന്തായാലും ടൂറിന് പോയേ പറ്റത്തുള്ളൂ. ഇനി ഭഗവാൻ വന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ പോയേ പറ്റൂ. ഇതാണ് എൻ്റെ അവസാന തീരുമാനം. എന്നാ നീ പോവണ്ട. അത് അച്ഛൻ്റെ തീരുമാനം. 1 രൂപ ഞാൻ തരത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പഠിച്ചോണം കേട്ടോ. പിന്നെ അവളല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ. എത്ര വട്ടം പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ആ പറമ്പിൽ പോവല്ലെന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ വീണത്. ഇനിയെങ്കിലും ഡോക്ടർ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. അച്ഛൻ എന്തോ കാണിക്കുന്നേ? അച്ഛൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അച്ഛൻ എന്തേലും കാണിക്കും. സർക്കസ് എല്ലാം വീട്ടിൽ ഇരുന്ന് മാത്രം കാണിച്ചാൽ മതി. പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. അച്ഛനാ ജംഗ്ഷൻ വരെ പോയിട്ട് വരട്ടെ. അമ്മ ഇത് നോക്കി അച്ഛൻ എന്തോ കാണിക്കുന്നേന്ന്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ താണ്ട പുറത്തോട്ട് ഇറങ്ങി പോന്ന്. ഒരു അനുസരണയില്ല. അതെ ചേട്ടാ, വീട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ശുദ്ധവായൊക്കെ പോയി കൊണ്ടേ. പിന്നെ ജംഗ്ഷനിലോട്ടാ പോകുന്നെങ്കിൽ കുറച്ച് പച്ചക്കറിയും 2 കവർ പാലൂടെ വാങ്ങിച്ചോ. അങ്ങനെ ഞാനിപ്പോൾ പോകുന്നില്ല. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചേട്ടാ, ഗ്യാസ് തീരാറായി, ഒന്ന് ബുക്ക് ചെയ്യണേ. 1 മാസമല്ലേ ആയോളൂ ഗ്യാസ് മേടിച്ചിട്ട്. പിന്നെ 1 മാസം നിൽക്കുന്നില്ല ഒരു ഗ്യാസ്. 1 മാസം നിന്നാൽ മതി ഒരു ഗ്യാസ്. 1 മാസം നിന്നാ പോരെ ഒരു ഗ്യാസ്? നിന്റെ ദൂരത്ത് കാരണമാണ് ഇവിടെ ഗ്യാസ് തീരുന്നത്. ഞാനെന്തോ തീനാളം വിഴുങ്ങുവാന്നോ ദൂരത്തെന്ന് പറയാന്? തർക്കുത്തരം എന്നോട് സംസാരിക്കരുത് കേട്ടോ. മനുഷ്യ, നിങ്ങൾ ഒരു ദിവസം എത്ര ചായയാണ് കുടിക്കുന്നത്? നിങ്ങളുടെ ഈ ചായ കൂടി ഒഴിവാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു ഗ്യാസ് 2 മാസം ഉപയോഗിക്കായിരുന്നു, അറിയോ? ആ, നിന്റെ ചായയിടീലിന്റെ കണക്കൊക്കെ ഞാൻ അങ്ങ് നിർത്ത്. നിന്റെ ചായയിടീൽ കാരണം പലചരക്കട എനിക്ക് എത്ര പറ്റെന്നറിയോ? ചായയും പലചരക്കുമായിട്ട് എന്തുവാ ബന്ധം? എടി, ഒരു ചായ ഇടുമ്പോ മയത്തിലൊക്കെ ഇടണം. നിന്റെ ചായയിടീൽ എങ്ങനെയാ? പാല് കൂട്ടി പഞ്ചാര ആവശ്യത്തിന് കണ്ടമാനം എടുത്തിട്ട് ഉള്ള തേയിലയും വാരിയിട്ട് കുറുക്കി ഇങ്ങ് തരും എനിക്ക് കുടിക്കാൻ. ചാവട്ടങ്ങ്. പിന്നെ എങ്ങനെയാ? എടീ, ഒരു ചായ ഇടുമ്പം പാല് കുറച്ച്, വെള്ളം കൂട്ടി, തേയില 1 നുള്ള്, പഞ്ചാര 1 നുള്ള് ഇട്ടൊന്നുണ്ടാക്കി കിടിലൻ ചായ കിട്ടും. നിങ്ങളുടെ ദൂരത്തില്ലാത്ത ചായ. അരെ വാ, ഇതാണ് ചായ. ഞാൻ നിന്നെ പഠിപ്പിച്ചതാണ്. ആ ചായ കൂടി ഒഴിവാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ 1 മാസം നമുക്ക് 2 മാസം ഒരു ഗ്യാസ് ഉപയോഗിക്കായിരുന്നു. പുറത്ത് പറഞ്ഞതുപോലെ. ഓക്കെ. ഇനി ദൈവം വന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വേണ്ടാന്ന് പറഞ്ഞാലും നീ പോവാതിരിക്കണം. ഇനി ദൈവം തമ്പുരാൻ വന്ന് ഭൂമിയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഇങ്ങനെ പറയില്ല, വിളിച്ചിരിക്കും.